ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏവർക്കും അബു ഐമൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 2ാം ഭാഗത്തിലെ 14ാമത്തെ പാഠമായ ലാ തുൽഖു ബി ഐദീകും ഇല തഹ്ലുക എന്ന പാഠത്തിൻ്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ വർക്ക് നഖ്റഉ വനഫ്ഹമു, വായിക്കാം, മനസ്സിലാക്കാം. തഹ്ലുക നാശം, ജമീഅ് മുഴുവൻ, ഇമാത നീക്കം ചെയ്യൽ, ജൗവുൻ അന്തരീക്ഷം, തശ്ജീർ മരം നടൽ, ഗറസ നട്ടുപിടിപ്പിച്ചു, ജനാഹ് ചിറക്, മാ വെള്ളം, ഖലഖ സൃഷ്ടിച്ചു, അഷ്ജാർ മരങ്ങൾ, ഹയവാനാത്ത് ജീവികൾ, ത്വയ്റുൻ പക്ഷി, ദാബ ജീവി, തുറാബ് മണ്ണ്, ത്വരീഖ് വഴി, ബീഅ പ്രകൃതി, സറഅ കൃഷി ചെയ്തു, ബഹീമ മൃഗം. ഇനി നമുക്ക് രണ്ടാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. 2 നുതർജിം, നമുക്ക് പരിഭാഷപ്പെടുത്താം. നോക്കാം. 1. മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഔ യസ്റഉ സറഅൻ ഫയഅകുലു മിൻഹു ത്വയ്റുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു സ്വദഖ. അർത്ഥം: ഒരു മുസ്ലിം ചെടി നടുകയോ കൃഷി ഇറക്കുകയോ ചെയ്യുകയും അതിൽ നിന്ന് പക്ഷികളോ മനുഷ്യരോ മൃഗങ്ങളോ ഭക്ഷിക്കാനിടയാവുകയും ചെയ്താൽ അത് അവന് സ്വദഖയായിത്തീരും. 2. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി വലാ ത്വാഇരിൻ യത്യിറു ബിജനാഹൈഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും. അർത്ഥം നോക്കാം. ഭൂമിയിലെ ജീവജാലങ്ങളും ചിറകുകൾ ഉപയോഗിച്ച് പറക്കുന്ന പക്ഷികളും നിങ്ങളെപ്പോലെയുള്ള സമൂഹങ്ങൾ തന്നെയാണ്. 3. ഹുവല്ലദീ ഖലഖ ലകും മാ ഫിൽ അർളി ജമീഅ. അർത്ഥം: ഭൂമിയിലുള്ളവയെല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചത് അവനാണ്. 4. ഇമാതത്തുൽ അദാ അനിത്വരീഖി മിനൽ ഈമാൻ. അർത്ഥം: വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കൽ ഈമാനിൻ്റെ ഭാഗമാണ്. 5. വലാ തുബദ്ദിർ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ. അർത്ഥം: നീ ദൂർത്തടിക്കരുത്. ദൂർത്തടിക്കുന്നവർ പിശാചുക്കളുടെ സഹോദരന്മാരാണ്. ഇനി നമുക്ക് 3ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നുതർജിം ഇലൽ അറബിയ്യ, അറബിയിലേക്ക് പരിവർത്തനം ചെയ്യാനാണ്. 1. പിശാച് തൻ്റെ നാഥനോട് നന്ദികേട് കാട്ടിയവനാണ്. അറബിയിലേക്ക് പരിവർത്തനം ചെയ്യാം. വകാന അശ്ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ. 2. ദൂർത്തടിക്കുന്നവർ പിശാചുക്കളുടെ സഹോദരന്മാരാണ്. അറബി: ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ. 3. നിങ്ങൾ സ്വയം നാശത്തിലേക്ക് ചാടരുത്. അറബി: ലാ തുൽഖു ഐദീകും ഇല തഹ്ലുക. 4. പരിസ്ഥിതി. പരിസ്ഥിതിക്ക് അറബിയിൽ പറയുന്ന പേര് ബീഅ. ഇനി നമുക്ക് 4ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നക്തുബുൽ ഫിഖറ, പാരഗ്രാഫ് തയ്യാറാക്കാം. 1. പരിസ്ഥിതി സംരക്ഷണത്തിന് ഇസ്ലാം നൽകിയ പ്രാധാന്യം. ഉത്തരം: പരിസ്ഥിതി സംരക്ഷണം സത്യവിശ്വാസികളുടെ കടമയാണ്.
അനാവശ്യമായി മരങ്ങൾ മുറിക്കരുത്. കുന്നുകൾ ഇടിച്ചു നിരത്തരുത്. തോടുകളും പുഴകളും വയലുകളും മലിനമാക്കരുത്. കീടനാശിനികളുടെയും രാസവസ്തുക്കളുടെയും അമിത ഉപയോഗം മണ്ണിനെയും ജലസ്രോതസ്സുകളെയും നശിപ്പിക്കും. പൊതുസ്ഥലങ്ങളിലും വഴിയിലും ജലാശയങ്ങളിലും മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കൽ ഈമാനിൻ്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ജലാശയങ്ങളിലും ഫലവൃക്ഷങ്ങളുടെ ചുവട്ടിലും മാളങ്ങളിലും ഭക്ഷ്യവസ്തുക്കളിലും വിസർജനം ചെയ്യരുതെന്നും അവിടുന്ന് അരുളി. 2. കൃഷിയുടെ പ്രാധാന്യം. ഒരു മുസ്ലിം ചെടി നടുകയോ കൃഷി ഇറക്കുകയോ ചെയ്യുകയോ അതിൽ നിന്ന് പക്ഷികളോ മനുഷ്യരോ മൃഗങ്ങളോ ഭക്ഷിക്കാനിടയാവുകയും ചെയ്താൽ അത് അവന് സ്വതഖയായി തീരുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഭൂമി പരിപാലനം. ആരെങ്കിലും ഫലങ്ങൾ തിന്നുന്നതിനും മോഷ്ടിക്കുന്നതിനും പ്രതിഫലം. മരങ്ങളും ചെടികളും നശിക്കുന്നതുവരെ അവ ചൊല്ലുന്ന തസ്ബീഹിൻ്റെ പ്രതിഫലം. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കൽ. ഉത്തമമായ ജോലിയിൽ വ്യാപൃതനാവൽ. ചെടികളും പൂക്കളും കാണുമ്പോഴുള്ള മനസ്സിൻ്റെ സന്തോഷം. 3. ജീവജാലങ്ങളുടെ അവകാശങ്ങൾ. മനുഷ്യരെ പോലെ തന്നെ പ്രകൃതിയുടെ വിഭവങ്ങളിൽ മറ്റു ജീവജാലങ്ങൾക്കും അവകാശം ഉണ്ട്. അല്ലാഹു തആല പറയുന്നു, ഭൂമിയിലെ ജീവജാലങ്ങളും ചിറകുകൾ ഉപയോഗിച്ച് പറക്കുന്ന പക്ഷികളും നിങ്ങളെപ്പോലെയുള്ള സമൂഹങ്ങൾ തന്നെയാണ്. മനുഷ്യർ പരസ്പരം പരിഗണിക്കുന്നത് പോലെ മറ്റു ജീവജാലങ്ങളെയും പരിഗണിക്കണമെന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. ചൂടുള്ള വേനലിൽ ഉരുകിയൊലിക്കുന്ന സമയം ഒരു തുള്ളി തെളിനീര് നൽകാനെങ്കിലും നമുക്ക് സാധിക്കണം. 5-ാമത്തെ വർക്കിലേക്ക് നമുക്ക് കടക്കാം. നുഇദ്ദു അസ്ഇലതൻ മിനൻ നസ്വി മഅ അജ്വിബതിഹ. പാഠത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഉത്തരങ്ങളോടുകൂടെ തയ്യാറാക്കാം. 1. ജറാദുകളെ കൊണ്ടുവരാൻ ഏതെല്ലാം നാടുകളിലേക്കാണ് ആളുകളെ അയച്ചത്? ഉത്തരം: ഷാം, ഇറാഖ്, യമൻ. 2. ജറാദുകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ത്? ഉത്തരം: ഭൂമിയിലെ ജീവജാലങ്ങളിൽ ആദ്യം നശിക്കുന്നത് വെട്ടുകിളികളാണ്, അഥവാ ജറാദുകളാണ്. 3. പ്രകൃതിയുടെ ആവാസവ്യവസ്ഥ തകരുന്നത് എപ്പോൾ? ഉത്തരം: വെട്ടുകിളികൾ നശിക്കുന്നതോടെ പ്രകൃതിയുടെ ആവാസവ്യവസ്ഥ തകരും. 4. പ്രകൃതിയിലെ അടിസ്ഥാന ഘടകങ്ങൾ ഏവ? ഉത്തരം: മണ്ണ്, വെള്ളം, വായു. 5. സത്യവിശ്വാസികളുടെ കടമയാണ് എന്ത്? ഉത്തരം: പരിസ്ഥിതി സംരക്ഷണം. 6. അത് മണ്ണിനെയും ജലസ്രോതസ്സുകളെയും നശിപ്പിക്കും. ഏത്? ഉത്തരം: കീടനാശിനികളുടെയും രാസവസ്തുക്കളുടെയും അമിത ഉപയോഗം. 7. തണൽ മരങ്ങളും ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ വിധി. ഉത്തരം: സുന്നത്ത്. 8. പരിസ്ഥിതി സംരക്ഷണത്തിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ നിർദ്ദേശങ്ങളിൽ 1. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കൽ ഈമാനിൻ്റെ ഭാഗമാണ്. 9. ജനങ്ങൾക്ക് പൊതു അവകാശമുള്ള 3 കാര്യങ്ങൾ. ഉത്തരം: വെള്ളം, പുല്ല്, തീ. 10. പരിസ്ഥിതിയുടെ നാശത്തിന് ഇടയാക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത്. ഉത്തരം: ധൂർത്ത്. അവസാനത്തെ
വർക്കിലേക്ക് പ്രവേശിക്കാം. തഖ്സീസ് തയ്യാറാക്കാനാണ്. വിഷയം: പരിസ്ഥിതി സംരക്ഷണത്തിന് ഒരു പദ്ധതി തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി തയ്യാർ ചെയ്ത പദ്ധതികൾ: 1. പച്ചപ്പുകൾ സംരക്ഷിക്കുക. 2. ജലാശയങ്ങൾ ശുചിയായി സൂക്ഷിക്കുക. 3. കീടനാശിനികളുടെയും രാസവസ്തുക്കളുടെയും ഉപയോഗം കുറക്കുക. 4. മഴവെള്ളം സംഭരിക്കുക. 5. മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക. 6. മലിനജലം ജലാശയങ്ങളിലേക്ക് ഒഴുക്കിവിടാതെ സംരക്ഷിക്കുക. 7. പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. 8. പൊതുസ്ഥലങ്ങളിലെ ബാസ്ക്കറ്റുകൾ ഉപയോഗിക്കുക. 9. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറക്കുക, അവ കത്തിക്കാതിരിക്കുക. 10. വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുക.